പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പ്രോലോജിക്കും 3Dയും 5 ചാനൽ ഡിവൈഡറും ഒക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വോയിസ് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3D സറൗണ്ട് സർക്യൂട്ടാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ഒരുപാട് നേരം ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സർക്യൂട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആ സർക്യൂട്ട്. അതിനായിട്ട് ആദ്യം ഒരു നോൺ ഇൻവെർട്ടർ ബഫർ ആംപ്ലിഫയറും ഒരു വോൾട്ടേജ് ഫോളോവറുമാണ് നമുക്ക് ആവശ്യം. നോൺ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ ഒരു 10K റെസിസ്റ്റർ കൊടുത്തിട്ട് ഫസ്റ്റ് ചാനൽ കണക്ട് ചെയ്യണം. EL ചാനൽ കണക്ട് ചെയ്യുക. അതൊരു കാണാമല്ലോ അല്ലേ, ഇതാണ്. എന്നിട്ടൊരു 47K റെസിസ്റ്റർ കൊടുത്ത് ഗ്രൗണ്ട് ചെയ്യുക. അപ്പോൾ നോൺ ഇൻവെർട്ടറാണ്. അതിൻ്റെ ഇൻവെർട്ടറിൽ ഒരു 100K പ്രീസെറ്റ്, എന്താണ് ഈ പ്രീസെറ്റ്, ഈ പ്രീസെറ്റാണ് കണക്ട് ചെയ്യണം. അതിനുശേഷം ഒരു 330 PF ഇട്ടതിന് ശേഷം ഒരു 5K6 ഉപയോഗിച്ചിട്ട് അതിനെ ഒരു 1 MFT കൊടുത്ത് ഔട്ട് ചെയ്ത്, ഇതാണ് നമ്മുടെ ഔട്ട് പോയിൻ്റ്. ഇതാണ് നമ്മൾ ബാസ് ട്രബിളിൽ കണക്ട് ചെയ്യേണ്ട പോയിൻ്റ്. അപ്പോൾ ഇൻപുട്ട് ഓൺ ആയിരിക്കുകയാണ്. ഈ ബഫർ വഴി ഇതൊരു ഗെയിൻ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇത് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡറാണ്, ഗെയിനായിട്ട് ഉപയോഗിക്കുന്ന 15K. അപ്പോൾ ഒരു ചാനൽ ഓക്കെ ആയി. രണ്ടാമത്തെ ചാനൽ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് റൈറ്റ് ചാനൽ ഇവിടെ കാണാൻ സാധിക്കും. 22K ആണ്. 22K കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നോൺ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യണം. ഔട്ടും ഇൻവെർട്ടർ ഏരിയയും ഇൻഡിവിജ്വലായിട്ട് കണക്ട് ചെയ്തെടുത്തിട്ട് ഔട്ട് ചെയ്യണം 2K2 റെസിസ്റ്റർ വഴി. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ഔട്ടും കിട്ടിക്കഴിഞ്ഞു. 10K ആണ് നോൺ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രൗണ്ട് ചെയ്യേണ്ടതും 10K ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് റൈറ്റ് ചാനലിൻ്റെ ഔട്ട് ഇവിടെ കിട്ടി. പക്ഷേ ഇത് ഗെയിൻ സർക്യൂട്ടല്ല, ഇത് ഗെയിൻ ഒട്ടും കൂടില്ല ഔട്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ഞാനൊരു കൺട്രോൾ കാണിച്ചു തന്നിരുന്നില്ല, ഈ കൺട്രോൾ ഉപയോഗിച്ച് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും തമ്മിൽ ക്ലാഷ് ചെയ്യും. സമ്മിങ് തിയറിയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഒരു സാമ്പിൾ മാത്രം നെക്സ്റ്റ് ചാനലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻവെർട്ടർ വഴി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്ലാഷിങ് വോയിസ്, അതായത് ഈ സറൗണ്ട് 3D എന്നൊക്കെ പറയുന്ന ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സറൗണ്ട് വോയിസ് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ രണ്ട് ചാനലും ഔട്ട് ഉണ്ടല്ലോ, ഈ ഔട്ട് നമ്മൾ രണ്ട് ചാനലിലേക്കും കണക്ട് ചെയ്യും. ബാസ് ടൂൾ ബോർഡിൻ്റെ ഇൻപുട്ടിൽ ലെഫ്റ്റും റൈറ്റും ഔട്ട്. നമ്മൾ സാധാരണ ഒരു സറൗണ്ട് ബോർഡോ പ്രോലോജിക്ക് ബോർഡോ വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടും ഒന്നിട്ട് ജോയിൻ്റ് ചെയ്ത് 2 കപ്പാസിറ്റർ ഇട്ട് പറ്റിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ സറൗണ്ട് എന്ന് പറയും. എന്നിട്ട് 2 ഔട്ട് എടുത്തിട്ടായി ലെഫ്റ്റും റൈറ്റും. പക്ഷേ ഇതിലങ്ങനെ ആ ഒരു ക്ലാഷ് പ്രോബ്ലം വരെയില്ല. ഇൻപുട്ടിൽ ചാനൽ തമ്മിൽ ഷോർട്ടാകത്തുമില്ല. ഇവിടെ നമ്മുടെ ബഫറും നോൺ ഇൻവെർട്ടർ ബഫറും വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്ന ഈ ഒരു സർക്യൂട്ട് വഴി ഔട്ട് വരുന്നത് കൊണ്ട് ചാനൽ തമ്മിൽ ഡയറക്റ്റ് ഷോർട്ടാകത്തില്ല. ലെഫ്റ്റ് റൈറ്റിന് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. ഇതുപോലെ നമുക്ക് സറൗണ്ടായിട്ട് കേൾക്കും. സറൗണ്ടല്ല, ഒരു ക്ലാഷ് വോയിസ്. ഇത് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ട് വരുന്ന പ്രോലോജിക്ക് ഇപ്പോഴും നടന്നു വരുന്നത്. അതൊരു TL84 72ൻ്റെ ഒരു ICയോ ഏതെങ്കിലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കൺട്രോൾ വഴിയാണ് നമ്മളിത് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ബാലൻസിങ് വോയിസ്, ഇപ്പോൾ കേട്ട ക്ലിയർ പോലത്തെ ഒരു വോയിസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ളതെല്ലാം കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ.